റിലീസിന് മുമ്പും റിലീസിന് ശേഷവും എംബ്രാൻ ഇസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ഡിസ്കഷൻ. റിലീസിന് മുമ്പ് സിനിമ ഇറങ്ങുമോ എന്നുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നെങ്കിൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഇതെന്തൊരു സിനിമയാണ്, ഇതെന്ത് സൂപ്പർ സിനിമയാണെന്ന് പറയുന്ന കുറേ ആൾക്കാർ, ഞങ്ങൾക്ക് സിനിമ തീരെ ഇഷ്ടമായിട്ടില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാർ, ഈ സിനിമ ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണെന്ന് പറയുന്ന മറ്റൊരു ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ സിനിമ ഭയങ്കര ഡിസ്കഷനും ചർച്ചകളും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും പലരും എഴുതുന്നു, പലരും ഷെയർ ചെയ്യുന്നു, അങ്ങനെ പരിപാടികളിലൊക്കെ പോവാണ്. മെയിനായിട്ട് ഇപ്പോൾ നിൽക്കുന്ന സംഭവം എന്ന് പറയുന്നത് സിനിമ ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊരു പ്രൊപ്പഗാൻഡ സിനിമ ഒന്നുമല്ല, അതൊരു സിനിമയായിട്ട് കാണണം എന്നുള്ള തരത്തിൽ ഉള്ള സിനിമയാണ്. എങ്കിലും ആ ഒരു രാഷ്ട്രീയം പറയാൻ കാണിച്ചൊരു ധൈര്യം നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനും അതുപോലെ മുരളി ഗോപിയും എടുത്ത ആ ഒരു ധൈര്യം കുറച്ചൊരു അത്യാവശ്യം നല്ല ധൈര്യമുള്ള ആൾക്കാരൊക്കെ തന്നെ അങ്ങനെ ചെയ്യുള്ളൂ, അല്ലാതെ അങ്ങനെ ചെയ്യില്ല. എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സബർമതി എക്സ്പ്രസ്, അതുപോലെ തന്നെ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചാവ, ഇതുപോലെ സിനിമകളൊക്കെ ഭയങ്കര നാഷണലിസ്റ്റ് സിനിമകളാണ്. അപ്പോൾ അതിനുള്ളിൽ നിന്ന് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ മലയാളത്തിൽ നിന്നാണ് ഇറങ്ങുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചകൾക്കിടയിൽ ആണ് നമ്മളിപ്പോൾ വന്നിട്ട്. എന്നാൽ ഈ സിനിമയെ എതിർക്കുന്ന നമ്മുടെ BJP എന്ന് പറയുന്ന പാർട്ടി, അതിലെ ആൾക്കാരാണെങ്കിൽ തന്നെ ചില ആൾക്കാർ എതിർക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ ലീഡേഴ്സായിട്ടുള്ള MT രമേശ്, അതുപോലെ തന്നെ നമ്മുടെ വേറെ പല ആൾക്കാരും സിനിമയായിട്ട് കാണണം, ഈ സിനിമ കൊണ്ടൊന്നും പാർട്ടിക്കൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ഇമേജൊന്നും പോകില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതല്ല, ഭയങ്കര തീവ്ര നിലപാടുള്ള ആൾക്കാർ സിനിമ ബഹിഷ്കരിക്കണം, ക്യാൻസൽ ചെയ്യണം ടിക്കറ്റ് എന്നുള്ള തരത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പറയാനുള്ളത്, സിനിമ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടമാകും എന്നുള്ളൊരു ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ക്ലൈമാക്സിലും അതിന് മുമ്പേയുള്ള ഇൻ്റർവെല്ലിന് മുമ്പേയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആക്ച്വലി ഒരു സിനിമ ഭ്രാന്തന്മാർക്ക് അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് അതൊക്കെ താല്പര്യം ഉണ്ടാവുകയാണ്. അല്ലാതെ രാഷ്ട്രീയം മാത്രം നോക്കുന്ന ആൾക്കാർക്ക് അത് താല്പര്യം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ബട്ട് ആസ് എ ഹോൾ സിനിമ എനിക്ക് വളരെ വർക്കായ സിനിമയാണ്. ഞാൻ എൻ്റെ അതിനെക്കുറിച്ചുള്ളൊരു റിവ്യൂവിലും അത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിനിമ ഫ്രെറ്റേണിറ്റിയുടെ ഇടയിൽ ഈ സിനിമ വലിയൊരു സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. അവർക്കിടയിലാണെങ്കിലും നല്ല സിനിമയാണ്, ആ ഒരു തരത്തിലാണ് പറയുന്നത്. ഈവൻ മേജർ രവിയെ പോലുള്ള BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തിനാണ് ഇത്ര ആൾക്കാർ നിലവിളി കൂട്ടുന്നത്, അല്ലെങ്കിൽ എന്ത് കാമ്പുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നത്, മോഹൻലാലിന് ലഫ്റ്റനന്റ് കേണൽ പദവിയൊക്കെ എടുക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? സിനിമയിൽ മോഹൻലാൽ ഇതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്? മോഹൻലാൽ ഒരു അക്ഷരം രാജ്യത്തിനെതിരെ പറയുന്നില്ല എന്ന തരത്തിലൊക്കെ സംസാരിക്കുന്നത്. അപ്പം എന്തായാലും സിനിമയ്ക്ക് സ്വീകാര്യത സെലിബ്രിറ്റീസിൻ്റെ ഇടയിലുണ്ട്. അപ്പം എന്തായാലും അതല്ലാതെ ഇതൊരു ഭയങ്കര ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില വാർത്തകളൊക്കെ വരുന്നത് സിനിമ റീസെൻസർ ചെയ്യുന്നതൊക്കെ, എനിക്കറിയില്ല, വാർത്തകൾ എൻ്റെ സോഴ്സ് വഴി എനിക്ക് കിട്ടിയൊന്നുമല്ല, അല്ലാതെ ഞാൻ കണ്ട വാർത്തകൾ ആണതൊക്കെ. എന്തായാലും ഈ സിനിമ ഹിറ്റാണ്, അത് സംശയമൊന്നുമില്ല. 100 കോടി, ഇന്നലെ 100 കോടിയുടെ അവർ അനൗൺസ് ചെയ്തു. അതായത് ഏറ്റവും ചരിത്ര നേട്ടമാണ് അത്. ആക്ച്വലി രണ്ടാമത്തെ ദിവസം 48 മണിക്കൂറിനുള്ളിൽ 100 കോടി വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചർച്ചകൾ സിനിമ ഉണ്ടാക്കുന്നുണ്ട്. മലയാള സിനിമയിൽ കുറച്ചധികം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇറങ്ങിയ ഈ സിനിമ എമ്പുരാൻ, അതിന് മുമ്പേ ഇറങ്ങിയ നമ്മുടെ നാരായണീൻ്റെ മക്കൾ, അത് ഭയങ്കര ചർച്ചയായിരുന്നു. വയലൻസ് ഉള്ള മാർക്കോ ചർച്ചയായിരുന്നു, ആവേശം ചർച്ചയായിരുന്നു, പ്രേമര് ചർച്ചയായിരുന്നു. അപ്പോൾ എന്തായാലും മലയാള സിനിമകളിൽ ഭയങ്കര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകളൊക്കെ നടക്കട്ടെ അല്ലേ.